നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ്. നമ്മുടെ ഇന്ദ്രിയത്തിനും യുക്തിക്കുമൊക്കെ അപ്പുറം സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ കുറേ സന്ദേശങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഇന്നിവിടെ തന്നിരിക്കുന്ന ഈ 3 നമ്പറുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ അത് നിങ്ങൾ മനസ്സിൽ കോർക്കുക. ആ ഒരു നമ്പറിനെ ആധാരമാക്കിയുള്ള മൈൻഡ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ഫയൽ 1 നൽകിയിട്ടുള്ള 4444 എന്ന നമ്പറാണ് നിങ്ങൾ മനസ്സിൽ കുറിച്ചതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന സന്ദേശം വളരെ മഹത്വപൂർണ്ണമാണ്. ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ നയിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള പ്രയോജനം ലഭിക്കാനായി പോകുന്നു. നിങ്ങളുടെ വഴിയിൽ വെളിച്ചമായി ഒരു മാലാഖയെ പോലെ ഒരാൾ വരുന്നു എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറ്റിയെടുക്കുക എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്, നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ വന്നു ചേരും. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കുക. നിങ്ങളുടെ ചിന്തകൾ മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ നടത്തുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മപരിശോധന നടത്തുക. നിങ്ങൾ മനഃപൂർവ്വമായി തന്നെ നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി വെക്കുക. ഇങ്ങനൊരു സൂചനയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെ സേഫ് ആകുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ നിലനിർത്തുക. അത് നിങ്ങൾ സാധ്യമാക്കിയിരിക്കും, നിങ്ങൾ നേടിയിരിക്കും. ഇവിടെ ഈ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശവും മുന്നറിയിപ്പുമായി തന്നെ ഇതിനെ വിശ്വസിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത്, അതിയായി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇത് വ്യക്തമാക്കുന്ന ഏറ്റവും നല്ല സൂചനയാണ് ഈ നിമിഷത്തിൽ ഈ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തത്. ജീവിതത്തിൽ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇനിയും ചില നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടാവും. അതുപോലെ ലൈഫിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ പിതൃക്കളുടെ സഹായം, അവർ എപ്പോഴും നിങ്ങളുടെ ഹാപ്പിനെസ് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ മരിച്ചുപോയ മാതാവ്, പിതാവ് ഇങ്ങനെയുള്ള വഴിക്ക് അവർ ചെയ്തിരുന്ന, അവർ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചിട്ടാണ് അവർ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ അനുഗ്രഹവും രക്ഷയും നിങ്ങളുടെ ലൈഫിനെ സ്മൂത്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില വ്യക്തികൾ മുഖേനയോ ചില സ്ഥാപനങ്ങൾ മുഖേനയോ ചില കാര്യങ്ങളിൽ കുറേ ചലഞ്ചസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കംഫോർട്ടബിൾ സോണിലേക്കായിട്ട് ഒന്ന് സേഫായിട്ടൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്ത ഒരു ചലഞ്ച് നിങ്ങളെ തേടിയെത്തുന്നത്. അത് വീണ്ടും ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാക്കുന്നുണ്ട്. സ്വന്തം കഴിവിലൂടെയോ അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാം, ദൈവാനുഗ്രഹം കൊണ്ടെന്ന് പറയാം, ഇങ്ങനെയൊക്കെ കുറേ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്തു. പക്ഷേ ഇതൊന്നുമല്ല ജീവിതത്തിലൊരു മിറാക്കിൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു അത്ഭുതം തന്നെ അനുഗ്രഹത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും. ഒരു പദവി അല്ലെങ്കിൽ ഒരു ഉയർന്ന സാമ്പത്തിക നിലയിലേക്കുള്ള ഒരു ആകർഷണം എപ്പോഴും നിങ്ങൾക്കുണ്ട്. ആ ഒരു ആകർഷണ വലയത്തിലാണ് നിങ്ങളിപ്പോഴും തുടരുന്നത്. കൂടുതൽ സമ്പാദിക്കാനായുള്ള ആഗ്രഹമുണ്ട്, പ്രയത്നമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം മനസാക്ഷിക്കറിയാം, അതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ലൈഫിൽ കുറച്ച് വ്യക്തികളിൽ നിന്നും കുറേ അനീതികൾ നേരിട്ടു, വേറുകൃത്യങ്ങളുണ്ടായി, ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ലൈഫിൽ ചെയ്യേണ്ടുന്ന കാര്യം ഒരു വെളിപാട് പോലെ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. പോസിറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറയെ വരുന്ന ഒരു സൈനാണ് ഇവിടെ കാണുന്നത്. വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഇനി ഉണ്ടാകും. ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് വന്നു ഭവിക്കും. ജീവിതത്തിൽ വിജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തുടരുക. അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 5555 എന്ന ഈ ഒരു ഡിവൈൻ നമ്പറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എക്സൈറ്റ്മെൻറ്റായി സംഭവിക്കാൻ പോകുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് വെളിപാടായിട്ട് നൽകിയിരിക്കുന്നു. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം നിങ്ങളെ തേടി വരുന്നതാണ്. ഇപ്പോൾ ഏത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിൽ കൂടുതൽ മനസ്സമർപ്പണത്തോടു കൂടി, ഫോക്കസ്ഡ് ആയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഈ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇതിൽ നിന്ന് തന്നെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഒരു ഡിവൈൻ നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വെളിപാടായിട്ട് തന്നെ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലൈഫിൽ വരാൻ പോകുന്ന ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ ശരിയായ ചിന്താഗതിയിലാണെങ്കിൽ, ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ തന്നെ നന്മകൾ നിറയുന്ന ഒരു നിമിഷം, സന്തോഷം നിറയുന്ന ഒരു നിമിഷം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് ഫ്യൂച്ചറിൽ.
ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സൂചന. അടുത്തതായി ഈ നമ്പർ തിരഞ്ഞെടുത്ത ചില ആൾക്കാരിൽ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സോൾമേറ്റായിട്ട് നിങ്ങളെ തേടിയെത്തിയ ഒരാളെ സംബന്ധിച്ച് അയാളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു ചിന്താക്കുഴപ്പം, അയാളുടെ ആ ഒരു നിങ്ങളുടെ ഒരു സാമ്പത്തിക നിലയിലുണ്ടായ ആ ഒരു വ്യത്യാസം, അവരുടെ ഒരു റിലീജിയൻ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ ഫാമിലിക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാനാവില്ല. ആ ഒരു ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ട്. അത് ശരിയാവില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാതെ ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട്. അത് നേരിട്ട് നിങ്ങൾ ആ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എത്രമാത്രം നിങ്ങളെ അത് സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അങ്കലാപ്പുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ചിന്താക്കുഴപ്പത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകും. നിങ്ങളൊരു ശരിയായ ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവും. നിങ്ങൾക്ക് വളരെ സപ്പോർട്ട് കിട്ടുന്ന, എതിർപ്പ് കുറയുന്ന ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കുറേ അധികം എതിർപ്പുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാം ഒരു തരത്തിൽ നിങ്ങൾക്ക് ശരിയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാനായിട്ട് ഇടവരും. അതല്ല, നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ഒരു പുതിയൊരു തീരുമാനം നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ തന്നെ നിങ്ങളോട് മന്ത്രിക്കുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വേണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മന്ത്രിക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ട് ശ്രദ്ധിക്കും. പരിഭ്രമം ഉളവാക്കുന്ന കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ വളരെ വിശ്വസിച്ചിരുന്നവർ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു കാഴ്ച, അത് നിങ്ങൾക്ക് വളരെ ഒരു വിഷമം പിടിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല അനർത്ഥങ്ങളും ഇതുമൂലം ഉണ്ടായെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ വളരെ ബോധവാനാണ്. അതുപോലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിപൂർവമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ആത്മബലവും അതുപോലെ നിങ്ങൾക്കതിനുള്ള ശക്തിയും ഈശ്വരൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിനുള്ള സാമർഥ്യവും പക്വതയും എല്ലാം നിങ്ങൾക്ക് ഇനിയും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത വിജയം സുനിശ്ചിതമാണ്. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 6666 എന്ന ഈ ഒരു ഡിവൈൻ നമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഒരു അലർട്ടാണ്. നിങ്ങൾ വളരെ മുൻകരുതലോടെ നിൽക്കുക. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കുറച്ച് ദിവസങ്ങളായി ഫോക്കസ്ഡായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഉടനെ തന്നെ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് ഒരു മുൻകരുതൽ പോലെ ഒരു സന്ദേശം കൈമാറുന്നത്. നിങ്ങളുടെ സമർപ്പണത്തോടെ ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വിജയം വരും. കാരണം നിങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടു കൂടി തന്നെ ചെയ്യണം. അതിൽ നിങ്ങൾക്കൊരു ചെക്കിംഗ് വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് അതിനെ മാർക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു മേൽനോട്ടക്കാരനുണ്ട് എന്ന രീതിയിലാണ് ഇവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൈമാറുന്നത്. ചിലരുടെ അഭിപ്രായങ്ങൾ, ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ, നിങ്ങൾ ചെയ്ത ആ ഒരു ജോലിക്കുള്ള റിസൾട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അതിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് തെറ്റിയാൽ ഒരു കുറ്റമായിട്ടത് കണ്ട് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്താനും അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടിക്കാനായിട്ടത് ശ്രമിക്കും. അതിൻ്റെ ഒരു സന്ദേശമാണ് നിങ്ങൾക്കിപ്പോൾ ഒരു അലർട്ടായിട്ടിരിക്കാനാണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു നമ്പർ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഈ ഒരു ഡിവൈൻ നമ്പർ നൽകുന്നത്. നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കൂ, അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന ഒരു സൂചന കൂടി ഇവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. കടന്നുപോയ ലൈഫിൽ കുറേ അധികം നിരാശകളുണ്ട്. എന്തൊക്കെയോ നടക്കാത്തതിൽ അതിനെപ്പറ്റി തന്നെ വിചാരിച്ച് കുറേ സങ്കടങ്ങളുണ്ട്. വിചാരിച്ച പോലെ നടന്നില്ല എന്നൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാത്ത ഒരവസരം തന്നെയാണ്. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ജീവിതത്തിൽ ചിന്തകളെ കൊണ്ടുവരിക. കുറ്റപ്പെടുത്തിയോ സ്വയം വിമർശിച്ചോ സമയം കളയാതെ ഇരിക്കുക. ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ഒരു മാനസികമായിട്ടുള്ള ഒരു വളർച്ച കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു വിമുക്തിയുണ്ട്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ കൈവിടുകയില്ല എന്നൊരു സന്ദേശവും, അതുപോലെ ലൈഫിൽ ഒഴിവാക്കി വിടേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്ത കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പ്രയോറിറ്റി ബേസിൽ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക.
ദൈവം നിങ്ങളെ സേഫായിട്ട് നിർത്തും എന്ന് തന്നെ വിശ്വസിക്കുക. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് ഇതൊരു വലിയ ദുരന്തമായിട്ട് നിങ്ങൾ കാണേണ്ട, നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മാറ്റം വരുന്നുണ്ട്. മനസ്സ് അസ്വസ്ഥമാക്കി നിങ്ങൾ ആ ഒരു പ്രതിസന്ധിയിലേക്ക് പോകരുത്. പ്രതിവിധി തേടി നിങ്ങൾ അലയുകയും വേണ്ട. നിങ്ങൾ മറ്റൊരാളുടെ ഒരു ആശ്രയത്തിനായിട്ട് പോവുകയും വേണ്ട. മനസ്സ് തന്നെ നിങ്ങളെ തണുപ്പിക്കും. നിങ്ങളുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഉത്തരം ഇരിപ്പുണ്ട്. മറ്റൊരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാനൊന്നും ആവില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും സോൾവ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് കറക്റ്റാക്കി നിർത്താനായിട്ട് സാധിക്കുമെന്നൊരു സൂചന തന്നെയാണ് ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾക്കൊന്ന് നോക്കാം. കടന്നുപോയ കാര്യങ്ങൾ ഒന്ന് അവലോകനം നടത്തി നോക്കൂ. അനുഭവിച്ച പാഠങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഈ ഒരു മെസ്സേജ് തന്നെ വരാനുള്ള കാര്യങ്ങളിൽ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾ പഠിച്ച പാഠങ്ങളിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുക. സമൃദ്ധിയിലും സന്തോഷത്തിനും കഴിയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അവിശ്രമം നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും. ആരെയും വശപ്പെടുത്തി കാര്യങ്ങളൊന്നും ലാഭമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയില്ല. കൂടുതൽ പേരും കാണപ്പെടുന്നത് അടക്കവും ഒതുക്കവുമുള്ള സ്വഭാവക്കാരായിട്ടായിരിക്കും. ഉന്നതമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളിൽ ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സ്വന്തമായി ചില പ്രത്യേക അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എല്ലാവരോടും എല്ലാ അഭിപ്രായങ്ങളോടും ഒന്നും യോജിച്ചെന്ന് വരികയുമില്ല. വാക്കുകൾ അളന്നു മുറിച്ച് മാത്രമേ പ്രയോഗിക്കുകയുമുള്ളൂ. നിങ്ങൾ വിജയിക്കുന്നത് കുറച്ച് മന്ദഗതിയിലായിരിക്കും. എങ്കിലും ആ ഒരു വളർച്ച അടിയുറച്ചതായിരിക്കും. വിശ്വസിക്കുക.